കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്നും 500 കിലോമീറ്റർ മാറിയിട്ട് ബെൽഗാവി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മലാബാദ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു സന്തോഷ് രേണുക ദമ്പതികൾ താമസിച്ചിരുന്നത്. ഇവരുടെ വീട്ടിൽ സന്തോഷിന്റെ പാരന്റ്സ് ആയിട്ടുള്ള കമന്നയും ജയശ്രീയുമായിരുന്നു ഉണ്ടായിരുന്നത്. സന്തോഷ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. മഹാരാഷ്ട്രയിലായിരുന്നു ആൾക്ക് ജോലി. അവിടെ റീഗ്രീൻ എക്സൽ EPC ഇന്ത്യ ലിമിറ്റഡിൽ ബയോ എനർജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു സന്തോഷിന്റെ ജോലി. രേണുകയാണെന്നുണ്ടെങ്കിൽ BHMS ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഹോമിയോ ഡോക്ടറായിട്ട് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. സന്തോഷ് ഇടയ്ക്കിടയ്ക്ക് ലീവിനായിരുന്നു അങ്ങോട്ട് വന്നിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ രേണുകയും അതുപോലെ തന്നെ സന്തോഷിന്റെ അച്ഛനും അമ്മയുമായിരുന്നു താമസിച്ചിരുന്നത്. രണ്ടുപേർക്കും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രേണുകയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെ ആയിരിക്കും ഷിഫ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അതായത് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച കഴിയുമ്പോഴത്തേനും അവർ തിരിച്ചു വരും, അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുൻപ് അവർ ഇറങ്ങും. അതിനുശേഷം ഒരു നൈറ്റ് ആകുമ്പോഴത്തേനും അവർ തിരിച്ചെത്തും. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞു. ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയ് 17, 2025 അന്ന് രാവിലെ രേണുക ക്ലിനിക്കിലോട്ട് പോകുന്ന ആ ഒരു ടൈമിൽ ജയശ്രീ പറയാണ്, എന്തായാലും നിന്ന് നേരത്തെ വരണം, നമുക്ക് അമ്പലം വരെ ഒന്ന് പോകാമെന്ന്. അവിടെ നിന്ന് 35 കിലോമീറ്റർ മാറിയിട്ട് മദ്ഭവിയിൽ ശനിദേവി ടെമ്പിൾ ഉണ്ടെന്നും ആ ഒരു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആഗ്രഹവും സാധിക്കും, അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം, നീ എന്തായാലും ഈവനിങ് നേരത്തെ വരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു സ്ത്രീ തന്റെ മരുമകളെ പറഞ്ഞയച്ചത്. രേണുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എന്തായാലും നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു പോയത്. അങ്ങനെ രാവിലത്തെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും രേണുക വീട്ടിലോട്ടെത്തി. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ അവരുടെ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാണ് മെയിൻ റോഡ്, അവിടോട്ട് പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ബസ് പിടിച്ചിട്ട് നേരെ ആ ഒരു അമ്പലത്തിലോട്ട് എത്തുകയും ചെയ്തു. അമ്പലത്തിലെത്തി അവർ അവിടെ പ്രാർത്ഥിച്ചു, പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം അവിടെ കുറച്ച് നേരം ഇരുന്നിങ്ങേറ്റ് എന്താ പറയുക, അമ്പലത്തിൽ ആ ഒരു ആംബിയൻസിൽ നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമല്ലോ, അങ്ങനെ ഒരു കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയും നേരം വൈകിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലോട്ട് എത്താനായിട്ട് ബുദ്ധിമുട്ടാവുന്നവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബസ് പിടിച്ചിങ്ങേറ്റ് ആ മെയിൻ റോഡിൻ്റെ അവിടെ വന്ന് ഇറങ്ങുകയാണ്. അതായത് ആ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് അവരുടെ ഗ്രാമത്തിലോട്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു 9:30 ടൈമൊക്കെ ആയിട്ടുണ്ടാവും അവർ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ഈ ഗ്രാമത്തിലോട്ട് പോകുന്ന ഒരു 4 കിലോമീറ്റർ റോഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മൺ റോഡാണ്, കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞൊരു റോഡാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മെയിൻ റോഡിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വലിയ വീടുകളോ കാര്യങ്ങളോ ആനലൊക്കെ ഒന്നുമില്ല. അതേപോലെ തന്നെ കാടുകളും മറ്റൊക്കെ 2 സൈഡിലും ഉണ്ട്. പിന്നെ കുറച്ച് കൃഷി സ്ഥലങ്ങളുണ്ട്, സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ രാത്രി അതിലൂടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ ഓട്ടോയും ടാക്സിയും കിട്ടുന്ന സമയമല്ല. അതേപോലെ തന്നെ പരിചയമില്ലാത്തൊരു ഓട്ടോയിലും ടാക്സിയിൽ പോകാനും അവർക്ക് ചെറിയ പേടിയുണ്ട്. അപ്പോഴത്തേന് ഏകദേശം ഒരു 10 മണി ടൈമിനോട് അടുത്തിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഈ ജയശ്രീ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള കമന്നയെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, വീട്ടിലെ വണ്ടി എടുത്ത് വരാനായിട്ട് പറയുകയായിരുന്നു. കമൻ ഉടനെ തന്നെ തൻ്റെ കാർ എടുക്കുന്ന ഡ്രൈവറെ കോൺടാക്ട് ചെയ്തു. എന്നാൽ ആൾ അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ കമൻ്റെ തൻ്റെ ബൈക്ക് എടുത്തിങ്ങേറ്റ് നേരെ 4 കിലോമീറ്റർ ഇപ്പുറത്തുള്ള മെയിൻ റോഡിൻ്റെ അവിടോട്ട് വരികയാണ്. അങ്ങനെ രണ്ടുപേരും ബൈക്കിൽ കയറി അവർ ട്രിപ്പിൾ വെച്ച് കയറ്റി വീട്ടിലോട്ട് ഇങ്ങനെ പോവാണ്. കുറച്ചു ദൂരം കഴിഞ്ഞു, ഏകദേശം 1 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് അവർ വിചാരിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി അവിടെ എന്താണ് സംഭവിച്ചത്? 2025 മെയ് മാസം കർണാടകയെ തന്നെ നടുക്കിയ ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിൻ്റെ 6 വർഷങ്ങൾക്ക് മുൻപ് ജയശ്രീ തൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വിവാഹത്തിന് പോയതായിരുന്നു. ആ വിവാഹത്തിനിടയിൽ വെച്ചിട്ടാണ് അവർ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നത്. അവർ നോക്കുമ്പോൾ കാണാൻ നല്ലൊരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ അവർക്ക് ഇഷ്ടമായി. അങ്ങനെ ആ പെൺകുട്ടിയെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഹോമിയോ ഡോക്ടർ ആകാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഇവരുടെ മകനായിട്ടുള്ള സന്തോഷിൻ്റെ കാര്യമായിരുന്നു വന്നത്. അതായത് ആളൊരു എഞ്ചിനീയറാണ്, അതേപോലെ തന്നെ ഈ പെൺകുട്ടി ഒരു ഡോക്ടറാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വിവാഹവും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് വിവാഹാലോചനയും കാര്യങ്ങളൊക്കെ നടത്താം, തൻ്റെ മകൻ നല്ല മാച്ചിങ് ആയിരിക്കും എന്നുള്ളൊരു എന്താ പറയുക ആ ഒരു തോട്ട് ആ സ്ത്രീക്ക് വരികയാണ്. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നീട് തൻ്റെ ഫാമിലിയായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് വിവാഹാലോചിക്കുകയും ചെയ്തു. അങ്ങനെ 2 ഫാമിലിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടാവുകയാണ്. അങ്ങനെ ഇവരുടെ വിവാഹം 2020 നടക്കുകയും ചെയ്തു. പിന്നെ ഏപ്രിൽ 2020 കൊറോണയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമേ ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവരുടെ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രേണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മലാബാദിലോട്ട് എത്തുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി BHMSും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഹോമിയോ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ പിന്നീട് ആ പെൺകുട്ടി ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ തന്നെ പറയാണ്,
നീ എന്തായാലും ഇത്രയും പഠിച്ചിട്ടൊക്കെ ഇല്ലേ, ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി അവിടെ ഇവിടെ ഒക്കെ അന്വേഷിച്ചപ്പോൾ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. ഈ ഒരു സന്തോഷിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലെ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ആള് എപ്പോഴും അവിടെ ആയിരിക്കും. എന്തെങ്കിലും ലീവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാമത്തിലോട്ട് വരാറുള്ളൂ. അങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മെയ് 17 അത് നടക്കുന്നത്. അതായത് അന്നത്തെ ദിവസം ഈ ഒരു ജയശ്രീയും അതുപോലെ തന്നെ രേണുകയും അമ്പലത്തിൽ പോയിട്ട് വന്നല്ലോ. അതിനുശേഷം കമലിനെ വിളിച്ചു വരുത്തി. അതിനുശേഷം ഇവർ 3 പേരും കൂടെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ രേണുക ആയിക്കോട്ടെ അതേപോലെ തന്നെ ജയശ്രീ ആയിക്കോട്ടെ രണ്ടുപേരും സാരി എടുത്തു കൊടുത്തിരുന്നത് അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ബൈക്കിൽ ഇങ്ങനെ വട്ടത്തിലിരിക്കാൻ പറ്റില്ല, രണ്ടുപേരും സൈഡ് ചെരിഞ്ഞിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അതായത് ഏറ്റവും ഫ്രണ്ടിൽ കമലിരുന്ന് ബൈക്ക് ഓടിക്കുന്നു, അതിന്റെ തൊട്ട് ബാക്കിൽ ജയശ്രീ ഇരിക്കുന്നു, അതിന്റെ ബാക്കിൽ രേണുക ഇരിക്കുന്നു. അപ്പോൾ രണ്ടുപേര് ചെരിഞ്ഞിരിക്കുമ്പോൾ ബൈക്കിൽ അത്രയും സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു വഴിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ മണ്ണുവിട്ട വഴിയും കൂടെയാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ പോവായിരുന്നു. ഏകദേശം ഒരു 1 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ സമയത്ത് പെട്ടെന്നുകൊണ്ടൊരു കുഴിയിൽ ഈ ഒരു ബൈക്ക് ഇങ്ങനെ പോവായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ജയശ്രീ ഈ കമലിൻ്റെ അടുത്ത് പറയാണ്, വണ്ടി നിർത്ത്, രേണുകനെ കാണാനില്ല എന്നുള്ളത്. അതായത് രേണുക താഴെ വീണിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് പറയാണ്. അങ്ങനെ ആൾ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തുകയാണ്. അപ്പോഴത്തേന് ഏകദേശം ഒരു 100 അടിയിൽ മേലെ അവർ വണ്ടി ഓടിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ബാക്കിലോട്ട് തിരിച്ചിങ്ങേറ്റ് പോകാനായിട്ട് നോക്കുമ്പോഴാണ് ആള് ആ ഒരു കാഴ്ച കാണുന്നത്. അതായത് ഈ ബൈക്കിൻ്റെ ടയറിൽ സാരി ചുറ്റിയിട്ട് കഴുത്തൊക്കെ കുരുങ്ങി ഫുള്ള് എന്താ പറയുക ആ റോഡിലൂടെ വലിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു രേണുക എന്ന് പറയുന്ന സ്ത്രീ. പെട്ടെന്ന് തന്നെ അവർ വണ്ടി നിർത്തി നേരെ രേണുകയുടെ അടുത്ത് പോയി നോക്കുകയാണ്. അപ്പോൾ അനക്കില്ല. ഇവർ നോക്കുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഈ മെയിൻ റോഡിൻ്റെ ഇടയിലാണ് ഇവർ പെട്ടിട്ടുള്ളത്. അതായത് അവിടെ നിന്ന് 1 കിലോമീറ്റർ വന്ന വഴി തന്നെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ റോഡ് എത്തും. അപ്പോഴോ ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ ഇപ്പുറത്തെ സൈഡിലോട്ട് പോകണം. എന്നിട്ട് വില്ലേജിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ കമൻ അവിടെ നിൽക്കുകയായിരുന്നു. അതേപോലെ തന്നെ ജയശ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുന്നുമുണ്ട്. അങ്ങനെ ആൾ നേരെ എമർജൻസി നമ്പറിൽ കോൺടാക്ട് ചെയ്യായിരുന്നു. പോലീസിനോട് ഇത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് ഇവിടെ നടന്നതായിട്ട് പറയുകയാണ്. പോലീസുകാർ ഉടനെ തന്നെ ആംബുലൻസിനെ വിവരം അറിയിക്കുകയാണ്. ആംബുലൻസ് നേരെ അങ്ങോട്ട് എത്തുകയാണ്. അതേപോലെ തന്നെ പോലീസ് ടീമും നേരെ അങ്ങോട്ട് എത്തുകയായിരുന്നു. ആംബുലൻസ് ഒക്കെ അവിടെ എത്തി. അതിനുശേഷം ആ ഒരു സ്ത്രീയെ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയായിരുന്നു. അതിനോടകം തന്നെ സന്തോഷിനെയും മറ്റുമൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷ് രേണുകയുടെ ഫാമിലിയെ വിവരം അറിയിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മാറിയിട്ട് വിജയപുര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ പെൺകുട്ടിയുടെ വീടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ പാരൻസും മറ്റുമൊക്കെ ഹോസ്പിറ്റലിലോട്ട് എത്തുകയും ചെയ്തു. എന്നാൽ രേണുകയെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ച് ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോൾ ഓൾറെഡി ആ ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ഈ രേണുകയുടെ പാരൻസിനും അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. മെയിൻലി രേണുകയുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഹരീഷിനായിരുന്നു ഒരു സംശയം തോന്നിയത്. ആള് നേരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. രേണുകയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ് ഈ ഒരു മരണത്തിൻ്റെ പിന്നിൽ എന്നുള്ളൊരു തരത്തിലായിരുന്നു ആള് കംപ്ലൈൻറ്റ് കൊടുത്തത്. എന്നാൽ പോലീസുകാർ ആ ഒരു സമയത്ത് അത് വലിയ കാര്യമാക്കിയില്ല. കാരണം ആ ഒരു ആക്സിഡൻറ്റിൻ്റെ സീനിലോട്ട് അവരെത്തി നോക്കുമ്പോൾ അതൊരു ആക്സിഡൻറ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡോക്ടേഴ്സും ആദ്യം തന്നെ പറഞ്ഞത് ആക്സിഡൻറ്റിൻ്റേതുപോലുള്ള പാടുകൾ ദേഹത്തൊക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു തരത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ അവരിയ്ക്കുമ്പോഴാണ് ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത്. അതിൽ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ രേണുകയുടെ തലക്ക് എന്തോ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു പാട് വരുള്ളൂ. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കല്ല് വെച്ച് അടിച്ചതാകാം, ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല മരക്കട്ട വെച്ച് അടിച്ചതാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും റോഡോ മറ്റോ വെച്ചിട്ട് അടിച്ചതാകാം. അല്ലാതെ ആക്സിഡൻറ്റ് കൊണ്ട് അത്തരത്തിലുള്ളൊരു പാട് വരില്ല. അതുപോലെ തന്നെ ഏകദേശം 8 മണി സമയമായപ്പോഴത്തേനും ഈ ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കമനെയും അതുപോലെ തന്നെ ജയശ്രീയും പോലീസുകാരുടെ അടുത്ത് പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണി കഴിഞ്ഞ ടൈമിലാണ് ഈ പെൺകുട്ടി മരിച്ചതെന്നുള്ളതാണ്. ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് പോലീസുകാരെ അവർ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ഇതിൽ മാച്ച് ആകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പോലീസിന് സ്വാഭാവികമായിട്ടും ഈ വയസ്സായിട്ടുള്ള ദമ്പതികളുടെ മേൽ സംശയം തോന്നുകയാണ്. പോലീസുകാരങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു ക്രൈം സീൻ സെക്യൂർ ചെയ്യുകയാണ്. ഫോറൻസിക് ടീമും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ എവിഡൻസും മറ്റും കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ ഇവരുടെ രണ്ടുപേരെയും പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനും തുടങ്ങുകയാണ്. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് അവർ ആദ്യം തന്നെ പഴയ സ്റ്റോറി തന്നെയായിരുന്നു പറഞ്ഞത്. അതായത് അമ്പലത്തിൽ പോയി വന്നപ്പോൾ നേരം വൈകി, കാർ ഓടിക്കാനായിട്ട് ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമന്നെയായിരുന്നു ബൈക്ക് എടുത്ത് വന്നത്. അങ്ങനെ ബൈക്കിൽ 3 പേര് ട്രിപ്പിൾ വെച്ച് വരുന്ന വഴിക്ക് ഒരു കുഴിയിൽ വണ്ടി ഇങ്ങനെ കയറി ഇറങ്ങിയ ടൈമിൽ എന്താ പറയുക ബാക്കിലുണ്ടായിരുന്ന രേണുക വീണു. അത് പെട്ടെന്നുകൊണ്ട് ഈ ഫ്രണ്ടിലിരുന്ന് വണ്ടി ഓടിച്ചിരുന്ന കമന്നെ അറിഞ്ഞില്ല. കുറച്ച് ദൂരം പോയി. അപ്പോഴാണ് ജയശ്രീ പറയുന്നത് എന്താ പറയുക മരുമോളെ കാണാനില്ല എന്നുള്ളത്. അങ്ങനെ ഇയാൾ വണ്ടി നിർത്തിങ്ങേറ്റ് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ ഒരു പെൺകുട്ടിയെ കണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ പോലീസിൻ്റെ അടുത്ത് വീണ്ടും പറയുകയായിരുന്നു.
ഉണ്ടായിരുന്നു. എന്നാൽ ഓട്ടോപ്സി റിപ്പോർട്ടും മറ്റുമൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് നടന്ന എല്ലാ കാര്യങ്ങളും ഇവർ പറയുന്നത്. ഈ രേണുകയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവർക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇവർ അതിന് ശേഷം ഏത് ഫംഗ്ഷന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഏത് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവരുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഗുഡ് ന്യൂസ് ഉണ്ടോ, വിശേഷം ഉണ്ടോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഫാമിലിയുടെ മേൽ നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ വരികയാണ്. അങ്ങനെ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ എടുത്തപ്പോഴാണ് രേണുകൾക്ക് എന്താ പറയുക കൺസീവ് ആകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നത്. അതിനുശേഷം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 3-4 വർഷമായി. എന്നിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല. ഇത്രയും സമയമായിട്ടും ഈ ആളുകൾ ചോദിക്കുന്നതിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. എല്ലാവരും ഈ കമന്നയോടും അതുപോലെ തന്നെ ജയശ്രീയോടും ചോദിച്ചുകൊണ്ടിരുന്നിരുന്നത് നിങ്ങളെപ്പോഴാണ് അപ്പൂപ്പനമ്മൂമ്മയാകുന്നത്, നിങ്ങളെപ്പോഴാണ് അപ്പൂപ്പനമ്മൂമ്മയാകുന്നത് എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ സന്തോഷിൻ്റെ അടുത്തും ഒരുപാട് റിലേറ്റീവ്സും അതേപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കുട്ടികളൊന്നുമില്ലേ, കുട്ടികളായില്ലേ എന്നുള്ളത്. ഇതൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ബുദ്ധിമുട്ടും ആ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു പെൺകുട്ടിയെ ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ആ ഒരു മൈൻഡിലോട്ട് ഇവരെത്തുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവോഴ്സിനും കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം വേറൊരു വിവാഹം കഴിപ്പിക്കാം മകനെ കൊണ്ട്. അതിനുശേഷം പിന്നെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോളും. അങ്ങനെ ഉള്ളൊരു മൈൻഡിലോട്ടായിരുന്നു ഇവർ വന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ വെറുപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റൊക്കെ ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് വല്ലാത്ത രീതിയിൽ ടോർച്ചർ ചെയ്യായിരുന്നു. വലിയ സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലൊന്നും ആയിരുന്നില്ല ഈ ഒരു പെൺകുട്ടി. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നീ എന്താണ് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് കുറ്റം പറയാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ഒരു മെൻ്റൽ ടോർച്ചർ താങ്ങാൻ പറ്റാതെ ഈ പെൺകുട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയായിരുന്നു. ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഫാമിലിനെയും പോലീസുകാർ വിളിപ്പിക്കുകയാണ്. അതിനുശേഷം ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ആ ഒരു കംപ്ലൈൻറ്റ് ഈ പെൺകുട്ടി വാപ്പസ് വാങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. കേസും കാര്യങ്ങളൊന്നും പ്രസ് ചെയ്തില്ല. അങ്ങനെ അവർ രണ്ടുപേരെയും അനുനയിപ്പിച്ച് പറഞ്ഞു വിടുമായിരുന്നു. അതിനുശേഷവും ആ പെൺകുട്ടി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. അതിനുശേഷം ചെറിയ പ്രശ്നങ്ങളിലൂടെയും മറ്റൊക്കെ ഇവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കമന്നയും അതുപോലെ തന്നെ ജയശ്രീയും അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നത് ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഐഡിയയും കാര്യങ്ങളൊന്നും ഫലിച്ചില്ല. അപ്പോൾ ഈ പെൺകുട്ടിയെ ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുണ്ടായത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ തന്നെ ഇവർ തീരുമാനിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്തു. ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് 17-ാം തീയതി നമുക്ക് അമ്പലത്തിൽ പോകാമെന്നുള്ളൊരു കാര്യം ഈ എന്താ പറയുക രേണുകയുടെ അടുത്ത് ജയശ്രീ പറയുന്നത്. അങ്ങനെ രേണുക ജോലി കഴിഞ്ഞ് വന്നു. ഇവർ രണ്ടുപേരും നേരെ അമ്പലത്തിലോട്ട് പോയി. അതിനുശേഷം പ്രാർത്ഥിച്ചു. പിന്നീട് അമ്പലത്തിൽ നിന്ന് ബസ് പിടിച്ചു കയറ്റി ആ ഒരു ഹൈവേയുടെ അടുത്ത് വന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അപ്പം സമയം ശരിക്കും ഒരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ നിന്ന് ടാക്സിയോ ഓട്ടോയോ ഒക്കെ പിടിച്ചു കയറ്റി വില്ലേജിലോട്ട് പോകായിരുന്നു. അതേപോലെ തന്നെ അവരുടെ ഡ്രൈവറും അവൈലബിൾ ആയിരുന്നിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ വില്ലേജിലെ വേറെ ആരെങ്കിലും കൂട്ടി കയറ്റി വീട്ടിൽ നിന്ന് കാർ എടുത്തും വരായിരുന്നു. എന്നാൽ ഇവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ കമന്ന നേരെ തൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയാണ്. ഹസ്ബൻഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ബൈക്ക് എടുത്ത് കയറ്റി നേരെ തന്നെ അങ്ങോട്ട് എത്തുകയായിരുന്നു. അപ്പോഴത്തേനും നേരെ ഉരുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വില്ലേജിലോട്ടുള്ള ആ ഒരു മൺ റോഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര ആളുകൾ പോകുന്ന ഒരു റോഡൊന്നുമല്ല. അപ്പോൾ ആ ഒരു വഴിയിലൂടെ ഇവർ 3 പേരും ആ ഒരു ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ കമന്ന തൻ്റെ ഭാര്യയായിട്ടുള്ള ജയശ്രീ ഈ കൈ കൊണ്ട് തട്ടിയിട്ട് സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോൾ ജയശ്രീ ഒന്നുകൂടെയും ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം കമൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴിയിൽ വണ്ടി ഇങ്ങനെ കയറ്റി ഇറക്കി. അപ്പോൾ ജയശ്രീ ഒന്ന് നേരക്കിരുന്നു. അതായത് ആ ഒരു ഫുൾ സീറ്റ് ഒക്യുപ്പൈ ചെയ്തു. ഈ പെൺകുട്ടിയെ ഒന്ന് തട്ടി നിലത്തിടുകയും ചെയ്തു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു വണ്ടി നിർത്തിങ്ങായിട്ട് നേരെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്ന് നോക്കുകയാണ്. അപ്പോൾ വീണതിൻ്റെ വേദനയിൽ ആ പെൺകുട്ടി അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഉടനെ തന്നെ കമൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് കിടന്നിരുന്ന ഒരു കല്ലെടുത്തിട്ട് ആ ഒരു പെൺകുട്ടിയുടെ തലയിൽ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുകയായിരുന്നു. ഈ അടിയുടെ വേദന സഹിക്കാനാകാതെ രേണുക ഒച്ചത്തിൽ അലറി വിളിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഇയാൾ വാവൊത്തുകയും അതേപോലെ തന്നെ വീണ്ടും ശക്തമായിട്ട് അടിക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു ഏരിയയിലൊന്നും തന്നെ ഒരു മനുഷ്യനുണ്ടാവാത്തത് കൊണ്ട് തന്നെ ആ ഒരു സൗണ്ടൊന്നും ആരും തന്നെ കേട്ടില്ല. അപ്പോഴത്തേനും ആ ഒരു സ്ത്രീയുടെ ബോധം പോയി. എന്നാൽ ജീവൻ പോയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം രേണുകയെ ഇവർ 2 പേരും കൂടെ ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ തന്നെ സാരി എടുത്തും കയറ്റി ഒരു തല ഒരാളും മറ്റേ തല ഒരാളും പിടിച്ചും കയറ്റി കഴുത്തിൽ കുരുക്കിട്ടിട്ട് വലിച്ച് പിടിച്ചും കയറ്റായിരുന്നു വളരെ ക്രൂരമായിട്ട് ആ ഒരു സ്ത്രീയെ അവർ 2 പേരും കൂടെ കൊലപ്പെടുത്തിയത്. എന്നിട്ട് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടന്നതുപോലെ സെറ്റപ്പ് ചെയ്തു. ഈ സാരിയുടെ ഒരു ഭാഗം എടുത്തും കയറ്റി നേരെ ബൈക്കിൻ്റെ ബാക്കിലത്തെ ടയറിൽ കുരുക്കിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് വണ്ടി ഓടിച്ചു കൊണ്ടുപോയി. എന്നിട്ട്
എന്താ പറയുക കുറച്ച് നേരം വലിച്ചു കൊണ്ടുവന്നത് പോലൊക്കെ അവർ കറക്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതിന് ശേഷമാണ് അവർ ഇതേപോലെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഈ ഒരു കഥ കേട്ട് പോലീസുകാർ തന്നെ ഷോക്കായി പോവാണ്. പ്രായമായിട്ടുള്ള ഈ ദമ്പതികൾ ഇത്രത്തോളം പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനൊരു ക്രൈം എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിൽ സന്തോഷിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും കേട്ടും പോലീസുകാർ അന്വേഷിക്കുകയായിരുന്നു. കാരണം ഇത്തരത്തിലുള്ളൊരു ക്രൈമിൻ്റെ മാസ്റ്റർ മൈൻഡ് അവർ രണ്ടുപേരായിരിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. സന്തോഷിനെ കുറിച്ചിട്ട് പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ആൾ മഹാരാഷ്ട്രയിൽ ഒരു എഞ്ചിനീയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുകയാണ്. എന്നാൽ അവിടെ ആൾക്ക് ഭാര്യയുണ്ട്, വേറെ ഒരു ഭാര്യയുണ്ട്. യെസ്, അവിടെ വെച്ച് തന്നെയായിരുന്നു ആ ഒരു പെൺകുട്ടിയെ ആൾ പരിചയപ്പെട്ടത്. അതിനുശേഷം ഇവർ സൗഹൃദത്തിലാവുകയായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും പ്രണയത്തിലായി. അതിനുശേഷം ആരും അറിയാതെ വിവാഹവും കഴിച്ചു. ഒരുമിച്ചൊരു വീട്ടിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ആ പെൺകുട്ടി ഗർഭിണിയും ആയിരുന്നു. ആൾ നോക്കുമ്പോൾ ആളുടെ രണ്ടാമത്തെ ഭാര്യ ലീഗലി ആ ഒരു മാരേജും കാര്യങ്ങളൊന്നും വാലിഡ് ആയിരിക്കില്ല. കാരണം നമ്മളുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കല്യാണം നിൽക്കുന്ന സമയത്ത് വേറൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ മുന്നിൽ സാധുവായിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ഭാര്യ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. എന്നാൽ 5 വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള രേണുക എന്ന് പറയുന്ന ഭാര്യ ആളുടെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും രേണുകയെ ഒഴിവാക്കണം എന്നുള്ള ആ ഒരു ഐഡിയ ആൾക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ ആൾ തൻ്റെ പാരൻസിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാണ്. നിങ്ങൾ കുറച്ച് ടോർച്ചർ ചെയ്യും, ഡെവറുടെയും അതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവളൊന്ന് ഇടങ്ങേറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ വീട്ടിലോട്ട് പൊക്കോളും. അങ്ങനെ നമുക്ക് ഡിവോഴ്സിനും കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അച്ഛനും അമ്മയും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും. പിന്നീട് ഈ പെൺകുട്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോയത്. അവിടെയാണ് ഇവരുടെ പ്ലാനുകൾ ചെറുതായിട്ടൊന്ന് പാളിയത്. അതിനുശേഷം പിന്നെ 2 ഫാമിലിനെയും വിളിച്ചു വരുത്തി അതിനുശേഷം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പറഞ്ഞു വിടുകയായിരുന്നു. അതിനുശേഷമാണ് ഇവർ 3 പേരും കൂടെ ആ ഒരു പെൺകുട്ടിയെ കൊല്ലാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു അമ്പലത്തിന്റെ കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്രൈം നടക്കുന്ന സമയത്ത് സന്തോഷ് മഹാരാഷ്ട്രയിലായിരുന്നല്ലോ. അതെന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് ഇഫ് ആളുടെ പാരൻസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും തനിക്കും അതിനും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആള് ജയിലിൽ പോകേണ്ടതായിട്ട് വരില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ വലിയ ശിക്ഷയും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ആൾ അതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റായിട്ട് ഇടപെടാതിരുന്നിരുന്നത്. അങ്ങനെ ഈ ഒരു പ്ലാനുകളും കാര്യങ്ങളൊക്കെ മകൻ്റേത് കൂടിയാണെന്നുള്ള കാര്യം ഈ പാരൻസ് സമ്മതിക്കുകയാണ്. അതിനുശേഷം പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് മഹാരാഷ്ട്രയിലോട്ട് പോവുമായിരുന്നു. അപ്പോൾ അയാൾ മഹാരാഷ്ട്രയിൽ ഒരു ഹോസ്പിറ്റലിൽ വയ്യാതായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ വെയിറ്റ് ചെയ്തു. ആളുടെ എന്താ പറയുക അസുഖം കാര്യങ്ങളൊക്കെ കുറഞ്ഞതിന് ശേഷം ആളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീടുള്ള ക്വസ്റ്റനിങ്ങിൽ ഇയാളെല്ലാം തന്നെ സമ്മതിക്കുകയാണ്. ഇവർ 3 പേരും ജയിലിലുമാണ്. ഈ ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൽ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.